يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له نشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى والحق ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير عرلي وخذ بيدي مدى مددي مجير عرلي وخذ بيدي مدى مددي مجير عرلي وخذ بيدي مدى مددي خليفة الله فيه يا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവറുകൾ, മറ്റു ഉസ്താദുമാർ, മുസ്ലിം ജമാഅത്തിന്റെയും SYസിന്റെയും SSFിന്റെയും സംഘടനയുടെ നേതാക്കൾ, നമ്മുടെ പള്ളി ഭാരവാഹികൾ, സ്നേഹമുള്ള സഹോദരന്മാർ, സഹോദരിമാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ ദീനിയായ വിഷയങ്ങൾ പഠിക്കുകയും ഓരോ ദിവസവും കഴിയുമ്പോൾ ആത്മീയമായ വളർച്ചയും ഉയർച്ചയും കരസ്ഥമാക്കുകയും
ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം. 2017 കടക്കുമ്പോൾ നമ്മുടെ ആയുസ്സിന് അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മടക്കം ഇല്ലാത്ത യാത്ര എന്ന വിഷയത്തെക്കുറിച്ച് ഹ്രസ്വമായി പറയുകയും അതിനുവേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്ന് ആദ്യം എന്നോട് പിന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അർഹമുർ-റഹീമായ റബ്ബ് നമ്മയൊക്കെ അവസാനം കാമിലായ ഈമാനോടെ മരിപ്പിച്ചു തരട്ടെ. അല്ലാഹു ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കുന്ന സമയം നമ്മുടെ മരണസമയമായി അല്ലാഹു ഉയർത്തിത്തരുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും വിഷമങ്ങളും നമ്മളെ തൊട്ട് ദൂരീകരിക്കലോടെ മരണത്തിന്റെ ശേഷം ഒരു സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള ബുദ്ധിയും കഴിവും തഖ്വയും ഈമാനും ഇഖ്ലാസും എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മടക്കമില്ലാത്ത യാത്ര എന്നതാണ് നമ്മുടെ വിഷയം. മടക്കം ഇല്ലാത്ത യാത്ര എന്ന് പറയുമ്പോൾ അതൊരു മടങ്ങുന്ന യാത്രയാണ്. ഗൾഫിൽ നിന്ന് നോ എൻട്രി അടിച്ച് പോരുമ്പോൾ ആളുകൾ പറയുന്നൊരു വാചകമാണ്, ഞാൻ അവസാനത്തെ പോക്കാണ്, ഇനി ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു വരില്ല. അതേപോലെ മണ്ണിൽ നിന്ന് അല്ലാഹു നമ്മെ സൃഷ്ടിച്ച് പിതാവിന്റെ മുതുകിലൂടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ മുതുകിലൂടെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ഭൗതിക ലോകത്തേക്ക് എത്തിയ നാം ഇവിടെ ജീവിച്ച് എല്ലാം കൂട്ടിവെച്ച് മടങ്ങുന്ന ഒരു ദിവസം ഉണ്ട്. ആ മടക്കത്തിൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഇനി ഈ ഭൂമി ലോകത്തേക്ക് നമുക്ക് തിരിച്ചു വരാൻ സമയം ഇല്ല. നാം മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിക്കുകയാണ്. ആ യാത്രക്കാണ് നമ്മൾ മടക്കമില്ലാത്ത യാത്ര എന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ലോകത്ത് ആർക്കും സംശയം ഇല്ലാത്ത ഒരു വിഷയമാണ് മടക്കമില്ലാത്ത ഒരു യാത്ര ഉണ്ട് എന്ന്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും നശിച്ചു പോകും. കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ലോകത്ത് കാണുന്ന പണക്കാരും പാവപ്പെട്ടവനും തൊഴിലാളിയും മുതലാളിയും രാജാവും പ്രജകളും ഇങ്ങനെ തുടങ്ങി മനുഷ്യരും മനുഷ്യരില്ലാത്ത വസ്തുക്കളും എല്ലാം നശിച്ചു പോകും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, മഹത്വമുடைய അല്ലാഹു അല്ലാതെ ലോകത്തിൽ ഒരു വസ്തുവും നിലനിൽക്കുകയില്ല. ആ നിലയ്ക്ക് നമ്മളെല്ലാവരും മടങ്ങേണ്ടവരാണ്, മടങ്ങുന്നവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മടക്കമില്ലാത്ത യാത്രയെക്കുറിച്ച് സുദീർഘമായി വഅദ് പറഞ്ഞത് കിതാബുകളിൽ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളോട് വല്ലാത്ത വഅദാണ് പറഞ്ഞത്. ലോകത്ത് എല്ലാ ജനങ്ങളും മരിച്ചു പോകുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ലാ ശൈഅ മിമ്മാ തറാ തബ്ഖാ ബശാശതുഹു യബ്ഖൽ ഇലാഹു വയുദിൽ മാലു വൽ വലദു. ലോകത്ത് ഒരു വസ്തുവും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ വസ്തുവും നശിച്ചു പോകും.
നശിക്കാത്ത ഒരു വസ്തുവിനെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇത് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്താണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? എന്താണ് നിങ്ങൾ തിരിച്ചു പോകേണ്ട ഒരു ലോകത്തെക്കുറിച്ച് ഓർക്കാത്തത്? പണം ഉള്ളത് കൊണ്ടാണോ? സമ്പത്ത് ഉള്ളത് കൊണ്ടാണോ? ആരോഗ്യം ഉള്ളത് കൊണ്ടാണോ? നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മടക്കമില്ലാത്ത ഒരു മരണം നിങ്ങൾക്ക് സംഭവിക്കുമെന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത്? മഹാനവറുകൾ ചോദിക്കുന്നു, ഖുർആനിൽ കണ്ടില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിന് രുചി നോക്കുമെന്ന് ഖുർആനിൽ ആലു ഇമ്രാനിന്റെ 185-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പഠിപ്പിച്ചത് കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പണം ഉള്ളതുകൊണ്ട് എങ്ങനെ, അധികാരം ഉള്ളതുകൊണ്ട് എങ്ങനെ ഒരാൾ മടക്കയാത്രയില്ല എന്ന് ചിന്തിച്ചു പോകുന്നത്? ലം തുഗ്നി അൻ ഹുർമുസിൻ യൗമൻ ഖസാഇനുഹു വൽ ഖുൽദു ഖദ് ഹാവലത് ആദുൻ ഫമാ ഖലദു. രണ്ട് വലിയ വിഭാഗം ജനങ്ങളെ നിങ്ങൾക്ക് പരിചയമില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഅദ, രണ്ട് വലിയ വിഭാഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒന്ന് ഹുർമുസ് എന്ന് പറഞ്ഞ ഒരു വലിയ രാജാവ്, ഒരു പട്ടാളക്കാരൻ. അവന്റെ പട്ടാളം ഒരു രാജ്യത്ത് കടന്നാക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ വെല്ലുന്ന ഒരു പട്ടാളവും ഇല്ല. പക്ഷേ അത്ര വലിയ പട്ടാളക്കാരനും വലിയ യുദ്ധശാലിയുമായിട്ട് ഹുർമുസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസം അവന്റെ എല്ലാ ഖജനാവും, എല്ലാ പൈസകളും, എല്ലാ സമ്പത്തുകളും ഒന്നും ബാക്കിയായില്ല. അവനെ നിലനിൽക്കാൻ അനുവദിച്ചില്ല. അവൻ മരിച്ചുപോയി. കണ്ടില്ലേ, പൈസയുള്ളത് കൊണ്ട് ഒരാൾക്ക് ഭൂമി ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല. ഇസ്കന്ദർ രാജാവ് ഒരുപാട് രാജ്യങ്ങൾ പിടിച്ചടക്കി. തന്റെ ഉമ്മ, മോനെ എന്നെ കാണണമായിരുന്നു എന്ന് പറഞ്ഞപ്പോ, ഇപ്പൊ ഇങ്ങോട്ട് വരരുത്, ഞാനൊരു മാസം ഒരു രാജ്യം പിടിച്ചടക്കുന്ന തിരക്കിലാണ്, ആ മാസം കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എപ്പ ചോദിച്ചാലും അദ്ദേഹം അത് തന്നെ പറഞ്ഞു. ഇസ്കന്ദർ രാജാവ് അദ്ദേഹത്തിനിക്ക് ഒരു അസുഖം വന്നു. അസുഖം വന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം പിടിച്ചടക്കിയിട്ടുണ്ട്, ഒരുപാട് സാമ്പത്തികമായ ഭദ്രതയുണ്ട്. ഇസ്കന്ദർ രാജാവ് ഡോക്ടർമാരോട് പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ 8 മണിക്കൂർ കൊണ്ട് മരിച്ചു പോകും. നിങ്ങൾ 8 മണിക്കൂർ കൊണ്ട് മരിച്ചു പോകും. നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് ഇനി ജീവിക്കാൻ അതിൽ അപ്പുറം ഇല്ല. അദ്ദേഹത്തിന്റെ ഉമ്മയോട് ഏകദേശം ഒരു 10-20 മണിക്കൂർ യാത്ര ചെയ്താൽ ഒരു ദിവസത്തെ വൈദൂരത്തിലാണ് ഉമ്മയുള്ളത്. ഉമ്മയോട് അറിയിച്ചു, ഉടനെ എന്റെ അരികിൽ എന്നെ ഒന്ന് കാണാൻ വരണം. ഡോക്ടർമാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരു 24 മണിക്കൂർ ജീവിപ്പിച്ചു തരണം. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയൂല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്? ഞാൻ കിടക്കുന്ന കട്ടില് ഫുൾ മുത്താണ്, കോമേതകമാണ്, നല്ല വില പിടിപ്പുള്ള സാധനമാണ്, നിങ്ങൾ എടുത്തോളൂ പകരം. അവര് പറഞ്ഞു, നടക്കൂല. എന്നാ എന്റെ ആ കൊട്ടാരം തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. നടക്കൂല. എന്നാ എന്റെ ഈ രാജ്യം തരാം. നടക്കൂല. എന്റെ കയ്യിലുള്ള മുഴുവൻ രാജ്യങ്ങളും തരാം. നടക്കൂല. ഓ, ആ സമയത്ത് ഇസ്കന്ദർ രാജാവ് പറഞ്ഞൊരു വാചകമുണ്ട്, ഒന്നിനും ഒരു വസ്തുവിനും പറ്റൂല ഈ ദുനിയാവ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു പ്രജകളോട്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുമ്പോ എന്റെ 2 കൈയും നിങ്ങൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് സ്ഥലത്തേക്ക് ഇങ്ങനെ പുറത്തേക്കിട്ട് കൊണ്ടുപോകണം. എന്തിനാണ്? ഞാനേതായാലും പാഠം പഠിച്ചില്ല. ഇനി എന്നെ കണ്ടിട്ടെങ്കിലും ജനങ്ങൾ പാഠം പഠിക്കട്ടെ.
കാരണം ഒരു മനുഷ്യന് ഒരു മടക്കം ഇല്ലാത്ത ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ അവർക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ആ മനുഷ്യന്റെ നല്ല ചിന്തയും നല്ല പ്രവർത്തനങ്ങളും നല്ല ആളുകൾക്കുള്ള സേവനങ്ങളും അവന് പ്രതിഫലമായി നിലനിൽക്കുകയല്ലാതെ എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ പ്രതാപമുള്ളവനായാലും അവന് മരണത്തെ തൊട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അതോടൊപ്പം അവന് മരണസമയത്ത് ഒരു വസ്തുവിനെയും കൊണ്ടുപോകാനും കഴിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നാണ് പറഞ്ഞത്, ലം തുഗ്നി അൻ ഹുർമുസിൻ യൗമൻ ഖസാഇനുഹു. ലോകത്ത് വലിയ ഖജനാവുള്ള ഹുർമുസ് എവിടെ? അവൻ ഒന്നുമില്ലാതെ ആയിപ്പോയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ ഇന്ത്യ വിൽക്കുന്നോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ എവിടെ അദ്ദേഹം? ഇന്ത്യ വിൽക്കുന്നോ എങ്കിൽ മുഴുവൻ വാങ്ങാൻ എന്റെ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് എവിടെ നമ്മൾ കാണുന്നില്ല. അവരൊക്കെ ഇനി തിരിച്ചു വരാത്ത ഒരു മടക്കമില്ലാത്ത യാത്രയെ അനുഭവിച്ചുകൊണ്ട് അതിലൂടെ സഞ്ചരിച്ചു പോയവരാ. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, വലിയ ആരോഗ്യമുള്ള മനുഷ്യന്മാർ, അവർക്ക് എപ്പോഴും ഓർമ്മ വേണം, ഞാൻ മരിച്ചു പോകും, എനിക്ക് മടക്കമില്ലാത്ത ഒരു യാത്രയുണ്ട്, എന്റെ വല്ലാത്ത ഒരു ലോകം എനിക്ക് അനുഭവിക്കാനുണ്ട്, നേരിടാനുണ്ട്, ഒരു വെല്ലുവിളികളെ അതിജയിക്കാനുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, വൽ ഖുൽദു ഖദ് ഹവലത് ആദുൻ ഫമാ ഖലദു. ആദ് സമുദായത്തിന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരാണവർ? അല്ലദീ ജാബുസ്സഖറ ബിൽവാ, അല്ലദീന ജാബുസ്സഖറ ബിൽവാ. അവര് വലിയ പാറകളിൽ ചെന്നിട്ട് കൈകൊണ്ട് ഇടിച്ച്, വലിയ വികാസ് കൊണ്ടോ അല്ലെങ്കിൽ പാറ പൊട്ടിക്കുന്ന വിഷയം കൊണ്ടോ അല്ല, അവര് വലിയ പാറയുടെ അരികിൽ ചെന്ന് കൈകൊണ്ട് ഇടിച്ച് പാറ പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ വീടുകൾ നിർമ്മിച്ചിരുന്നു. അവരിവിടെ പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അവരും മരിച്ചുപോയില്ലേ, അവരും കഴിഞ്ഞു പോയില്ലേ, അവരും അടക്കമില്ലാത്ത ഒരു യാത്രയെ അഭിമുഖീകരിച്ചു പോയില്ലേ? നിങ്ങൾ എന്തെയാണ് ചിന്തിക്കാത്തത്? ഇനി വലിയ മുസ്ലിയാർ, വലിയ രാജാ, വലിയ പണ്ഡിതൻ ഇല്ല. വലാ സുലൈമാൻ ഇത് തജ്രിജിയാഹു ലഹു വല്ലിൻസു വൽ ജിന്നു ഫീമാ ബൈനഹാ തരിദൂ. സുലൈമാൻ നബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം? മനുഷ്യരും ജിന്നുകളും അവിടുത്തെ മുന്നിൽ വന്ന് അവിടുത്തേക്ക് സേവനം ചെയ്തു. എവിടെ സുലൈമാൻ നബി? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വഅല. എവിടെ സുലൈമാൻ നബിയെ നമ്മൾ കാണുന്നില്ല? അവിടുത്തെ മുന്നിൽ വന്ന് ജനങ്ങൾ എല്ലാവിധ അംഗീകാരവും കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ആദരവുകൾ കൊടുത്തു. ആ സുലൈമാൻ നബിയെ നമ്മൾ കാണുന്നില്ല. കഴിഞ്ഞില്ല. ഇനൽ മുലൂകുല്ലതി كانت لعزتها من كل يوم إليه وافد يفد. വലിയ വിദൂരമായ ദിക്കുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ക്യൂ നിന്ന് കാണാൻ വന്നിരുന്ന ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു. ആ രാജാക്കന്മാരൊക്കെ എവിടെ? ആ രാജാക്കന്മാരൊക്കെ മരിച്ചുപോയില്ലേ? നമ്മുടെ നാട്ടിലെ എത്ര വലിയ പ്രമാണിമാരുണ്ടായിരുന്നു, എവിടെ പ്രമാണിമാർ? എത്ര വലിയ തൊക്കിടിമാർ, കലക്ടർമാർ, വലിയ വലിയ രാജാക്കന്മാർ, ജമ്മിമാർ, എവിടെ ജമ്മിമാർ? അവരൊക്കെ മരിച്ചുപോയില്ലേ? എന്നിട്ടാണോ ഇപ്പൊ ഞമ്മള് ഈ ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ ഇത്ര പൈസയുള്ള ഞമ്മള്? ചില മനുഷ്യന്മാർക്ക് ഇത് ചിന്തിക്കാൻ കഴിയില്ല. ഞാനിങ്ങനെ ഓർക്കാണ്ട് ഒരു ദിവസവും ഹജ്ജിന് പോയപ്പോ മിനായിലെത്തിയിട്ട് ഒരു ഉമ്മയുണ്ടാവും. ഉമ്മ ഭയങ്കര കോടീശ്വരനാണ്. നമ്മളെ തെക്കൻ കേരളത്തിൽ ആ ഭാഗത്ത് എവിടെയുള്ളതാ. ആ ഉമ്മയോട് പരിസരത്തുള്ളവർ തമ്മിൽ ഒരു മിനായിലെത്തിയ ചെറിയൊരു പ്രശ്നവും. എന്താ പ്രശ്നം എന്നറിയോ? ഈ ഹാദിമത്തായിട്ട് അവരെ കൂടെയുള്ള ഒരു സ്ത്രീയുണ്ട്. ഇങ്ങനെ ഹിദ്മത്തൊക്കെ ചെയ്യും. ആ സ്ത്രീയോട് ഈ ഉമ്മ പറഞ്ഞു, ഞാനിവിടെ കടത്തില്ല.
ഞാനിവിടെ കിടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ കിടക്കാത്തത്? ഞാൻ ഈ ചെറിയ വിരിപ്പിലൊന്നും ഞാൻ കിടക്കൂല. കാരണം വിനായിലുണ്ടാകുക ഒരു കബറിന്റെ വിരിപ്പാണ്, ഒരു ചെറിയ സീറ്റ് ഉണ്ടാവും, അതിൽ കിടന്നോളണം. ഈ ഉമ്മ പറഞ്ഞു ഞാൻ കിടക്കൂല. എന്താ? ഞാൻ കൊല്ലത്തിൽ 2 ലക്ഷം രൂപ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ്. ഈ ഉമ്മ പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒന്നും കിടക്കേണ്ട ആളെന്നല്ല. ഞാൻ ആരാ നിങ്ങൾ വിചാരിച്ചത്? ഞാൻ ഇന്ത്യൻ ടാക്സിക്കൊക്കെ ഈ ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കുന്ന വലിയ ആളാണ്. സാമ്പത്തികമായുള്ള ഭദ്രതയുടെ പേരിൽ പല ആളുകളും ഞാൻ കഷ്ടപ്പെടില്ല എന്ന് ചിന്തിക്കുന്നു. പക്ഷേ സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊക്കെ മരിച്ചു പോകും. നമ്മളെല്ലാം മരിച്ചു പോകും. മരണത്തെ നേരിടേണ്ടവനാണ്. ആ മരണത്തിന് നമ്മളൊക്കെ ഓർത്തുകൊണ്ടിരിക്കണം. സുബ്ഹാനല്ലാഹ്, നമ്മൾ മരണത്തിനെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കണം. മരണത്തിനെ ഓർക്കാതെ നമ്മൾ ജീവിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ചെറുപ്പക്കാരൻ വന്നു അൻസാറുകളെ കൂട്ടത്തിൽ നിന്ന്. റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് ചോദിച്ചില്ല, യാ റസൂലല്ലാഹ്, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ? ഒരു മുഅ്മിനായ മനുഷ്യൻ, അവനിൽ ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനാരാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഹ്സനുഹും ഖുലുഖാ, നല്ല സ്വഭാവമുള്ളവനാണ്. ഭാര്യയോട് നല്ല സ്വഭാവം വേണം, മക്കളോട് നല്ല സ്വഭാവം വേണം, ഭർത്താവിനോട് നല്ല സ്വഭാവം വേണം, അയൽവാസികളോട് നല്ല സ്വഭാവം വേണം, കൂട്ടുകാരോട് നല്ല സ്വഭാവം വേണം. നല്ല സ്വഭാവം ഇല്ലാത്തവൻ ഒരിക്കലും നല്ലവനല്ല. മോമിനാണ്. ചില ആളുകളുണ്ട് നല്ല നിസ്കാരക്കാരനാണ്, പക്ഷേ ഭാര്യയോട് മൂപ്പർക്കൊരു ബന്ധവും ഒരു സ്നേഹവും ഇല്ല. ആളെപ്പോഴും ഇങ്ങനെ കുറ്റം പറയും ഭാര്യയെ കുറിച്ച്. ഇവര് നല്ലതാണെന്നൊരിക്കലും മനസ്സിലാക്കരുത്. എന്റെ ഭാര്യ മോശമാണ്, അത് മോശം നിന്റെതാണെന്ന് നീ ചിന്തിക്കണം. അന്ന് നിന്റെ എല്ലുമെന്നാണ് ആ ഭാര്യനെ പഠിച്ചത്. അത് നീ വളവുള്ളത് കൊണ്ടാണ് ആ ഭാര്യയുടെ വളവ്. അതുകൊണ്ട് ഭാര്യന്റെ കുറ്റം വേറൊരാളോട് പറയരുത്. അതുപോലെ ഭർത്താവിന്റെ കുറ്റം വേറൊരാളോട് പറയരുത്. നമ്മളെ മക്കളെ തെറ്റ് വേറൊരാളോട് പറയരുത്. നമ്മളെ മക്കളാണ്, നമ്മൾക്കും കുറച്ച് വളവുള്ളത് കൊണ്ടാണ് നമ്മളെ മക്കളും വളഞ്ഞത്. പക്ഷേ ചിലപ്പോ നമ്മളെ വളവ് കാണൂല, മക്കളെ വളവ് കാണും. അന്മാര് പറഞ്ഞു, എന്താണ്, വളഞ്ഞ വടിക്ക് ഒരിക്കലും നേരെയുള്ള നേലുണ്ടാകൂല, നേരെയുള്ള വടിക്കൊരിക്കലും വളഞ്ഞ നകലും ഉണ്ടാകൂല. അപ്പോ ഉമ്മയും അപ്പയും വളഞ്ഞാൽ മക്കളും വളയും. അതുകൊണ്ട് നമ്മൾ വേണ്ടത്, നമ്മൾ നല്ല സ്വഭാവം ഉണ്ടാകണം. അതാണ് നല്ല മുഅ്മിൻ. പിന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസു, ബുദ്ധിയുള്ള മുഅ്മിൻ ആരാണ്? IAS കാരനാണോ, IPS കാരനാണോ, MBA കാരനാണോ, MCA കാരനാണോ, CA കാരനാണോ, MBBS പഠിച്ചവനാണോ? അല്ല, ആരാണ് ബുദ്ധിയുള്ളവൻ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏത് ബുദ്ധിയുള്ളവൻ ആരാണെന്നല്ലേ? അക്സറുഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ ഉലൈകൽ അഖിയാസ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തിന് ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കണം. മരണത്തിന് മടക്കമില്ലാത്ത യാത്രയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യൻ 11 വട്ടമെങ്കിലും, മറ്റു ചില ഹദീസുകളിൽ കാണാം 21 വട്ടമെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം മരണത്തിനെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. ഓർത്തുകൊണ്ടേയിരിക്കണം. മടക്കമില്ലാത്തൊരു യാത്ര എനിക്കുണ്ട്, ആ യാത്രയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറാവണം എന്ന് ചിന്തിച്ചുകൊണ്ട് മരണത്തിനെ ഇങ്ങനെ ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ട്, ഒരാൾ
21 വട്ടം അല്ലെങ്കിൽ 11 വട്ടം മരണത്തിനെ ഓർത്താൽ അയാളെ ഖൽബ് മരിക്കൂല, അയാള് നഷ്ടപ്പെട്ടു പോകൂല. അദ്ദേഹത്തിന് ഇപ്പോൾ ഈമാൻ ഉണ്ടാകും ഖൽബിൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണത്തിന് ഓർക്കാൻ പറഞ്ഞ കുറെ സമയമുണ്ട്. നിങ്ങളൊക്കെ ഓർക്കാറുണ്ടോ എന്നറിയില്ല. സുബഹിക്ക് എണീക്കുമ്പോ മരണത്തിന് ഓർത്ത് എണീക്കണം. അതിനല്ലേ ദിക്ർ പഠിപ്പിച്ചത്? അൽഹംദുലില്ലാഹ് الذي أحيانا الحمد لله الذي أحيانا بعدما ماتنا وإليه النشور. വർക്കത്തുനിന്ന് എണീച്ചിട്ട് ചെല്ലേണ്ട ദിക്റാണ് ഈ ദിക്ർ. ആ സമയത്ത് നമ്മൾ തുടങ്ങണം ഒരു മടക്കമില്ലാത്ത യാത്രയെക്കുറിച്ച് ചിന്തിക്കാൻ. ഞാൻ ഈ ഉറക്കില്ലെന്ന് ഉണർന്നല്ലോ, ഇത് അള്ളാഹു എന്നെ ഉണർത്തിയല്ലോ. الذي أحيانا بعدما أماتنا. ഞാൻ കിടന്നുറങ്ങിയപ്പോൾ അങ്ങ് മരിച്ചുപോയിരുന്നെങ്കിൽ എന്താണ് ഉണ്ടാവുക, എന്താണ് സംഭവിക്കുക? എത്ര ആള് മരിച്ചു പോകുന്നു? എത്രയോ ആള് മരിച്ചു പോകും. എന്റെ നാട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇപ്പടുത്ത് മരിച്ചുപോയി. അതേപോലെ എന്റെ കൂടെ ഇപ്പടുത്ത് നമ്മുടെ തലശ്ശേരി അടുത്തുള്ള ഒരു സഹോദരി, അവരെ കുടുംബത്തിലുള്ള കുറെ ആളുകൾ ഉംറക്ക് വന്നു. അവര് ഒന്നുമില്ല, രാത്രി 1:30 മണി വരെ നാളെ രാവിലെ വീട്ടിന്റെ വാർപ്പാണ്. നാളെ രാവിലെ വീട്ടിന്റെ വാർപ്പ് 2ാം തട്ട് വാർക്കുകയാണ്. 1:30 മണി വരെ ഭർത്താവുമായി ഫോണിൽ സംസാരിച്ചു. 1:30ക്ക് ഭർത്താവ് പറഞ്ഞു, നീ ഇനി ഉറങ്ങിക്കോ, നാളെ ഇനി ഞാനും രാവിലെ ഓർമ്മവും, അതുകൊണ്ട് ഇനി വാർപ്പ് തുടങ്ങിയാലൊന്ന് വിളിച്ചാൽ മതി, കാരണം രാവിലെ തിരക്കായിരിക്കൂലേ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പെണ്ണ് 9 മണിക്ക് വാർപ്പ് തുടങ്ങിയപ്പോ ഭർത്താവിനെ വിളിച്ചു. വാർപ്പ് തീരുന്നത് വരെ 2 മണി വരെ വിളിച്ചു. 2 മണിയായപ്പോ ഏതോ ഒരാൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ ഭർത്താവിന് ചെറിയ ഒരു അസുഖമുണ്ട്, ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഹോസ്പിറ്റലിലൊന്നല്ല ഉള്ളത്, പമ്പ ഹോസ്പിറ്റലിലാണെങ്കിലും ചികിത്സക്ക് വേണ്ടി കൊണ്ടുപോയതല്ല. ഇന്നലെ രാത്രി 2 or 3 മണിയാകുമ്പോഴേക്ക് ഇദ്ദേഹം ഹാർട്ട് അറ്റാക്കായി മരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മൾ മരിക്കൂല നമുക്ക് വല്ല ഉറപ്പുണ്ടോ? അല്ലാഹു അവന്റെ താഴത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. നമ്മളെപ്പോഴും രാവിലെ ഉറക്ക് തെളിയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. അല്ലാഹുവേ, എന്റെ ആത്മാവിനെ എന്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത് വീണ്ടും അതിലേക്ക് തിരിച്ചു തന്ന അല്ലാഹുവാകുന്ന നിനക്കാണ് സർവസ്തുതിയും. ഒരു പക്ഷേ ഞാൻ ഈ ആത്മാവ് തിരിച്ചു കിട്ടാതെ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? എപ്പോഴും ഇത് ഓർത്തുകൊണ്ടിരിക്കണം. കഴിഞ്ഞില്ല. നിങ്ങൾ കണ്ടില്ലേ, സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ദർശ് ചെയ്ത് പൊതുവെടുത്ത് വന്ന് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ വലിയ സുന്നത്തുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചതിന്റെ ശേഷം 1 വലത് ഭാഗത്ത് കിടക്കൽ സുന്നത്തുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മളെ പള്ളികളിലൊക്കെ ആളുകൾ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ ഇത് സുബഹിന്റെ മുമ്പുള്ള സുന്നത്തന്നെ ചിലപ്പോ നിസ്കരിക്കലില്ല. സുബഹി നിസ്കരിച്ച് അല്ലാഹുമ്മ സല്ലി എന്ന് പറഞ്ഞ് ചിലപ്പം കിടക്കും. അങ്ങനെയല്ല, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് വലിയ മഹത്വമുണ്ട്. അതിൽ നമ്മൾ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്തും അലം തറ കൈഫ എന്ന സൂറത്തും ഓതൽ വലിയ പുണ്യമുണ്ട്. അത് ഓതിയിട്ട് രാവിലെ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ മനുഷ്യനിക്ക് ബാസൂറിന്റെ അസുഖമുണ്ടാകൂല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് വലത് ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കണം. എവിടെ കിടക്കും പോലെ? ഖബറിൽ കിടക്കും പോലെ. ഖബറിൽ കിടക്കും പോലെ വലത് ഭാഗത്തിന്റെ മുകളിൽ ചെരിഞ്ഞു കിടന്ന് മരണത്തിനെ ഓർക്കണം. മരണത്തിനെ ഓർക്കണം. ഞാൻ മരിക്കുമല്ലോ എന്ന് ചിന്തിക്കണം. നമ്മുടെ മരണത്തിനെ ഓർക്കേണ്ട സമയമാണ്. അങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ മരണത്തിനെ ഓർത്ത് ഒരു 20 വട്ടമെങ്കിലും 21 വട്ടമെങ്കിലും നമ്മൾ മരണത്തിനെ ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
ബുദ്ധിയുള്ള മനുഷ്യനെന്ന് പറഞ്ഞാൽ അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തിനെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നവനാ. പോരാ, വെറും മരണത്തിന് ഓർത്താൽ മാത്രം പോരാ, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, മരണത്തിന്റെ ശേഷം എന്റെ കയ്യിൽ ഒരുപാട് നന്മകൾ വേണം. ഇൻഷാ അല്ലാഹ് എന്റെ വഅദിന്റെ ലാസ്റ്റ് ഞാനത് പറയും. എന്തൊക്കെയാണ് മരണത്തിന്റെ ശേഷം നമുക്ക് വളരെ ഉപകാരമുള്ള ചില വിഷയങ്ങളുണ്ട്. അത് ജീവിതത്തിൽ പകർത്തിയായിരിക്കണം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം. എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുങ്ങണം നമ്മൾ. കാരണം നമ്മൾ ഇവിടെ വന്നത് ഒരു ബിസിനസ്സുകാരായിട്ടാ. നമ്മൾ ആഖിറത്തിലേക്ക് പോകുമ്പോ ഇഷ്ടം പോലെ കൊണ്ടുപോകാൻ ഒരുക്കുന്ന ബിസിനസ്സുകാരാണ് നാം. ഈ ബിസിനസ്സുകാരാകുന്ന നമ്മൾ വെറുതെ ആയി പോകരുത്. നിങ്ങളും ഞാനൊക്കെ ബിസിനസ്സുകാരാ. എവിടത്തേക്ക്? അദ്ദുനിയാ മസറഅത്തുൽ ആഖിറ. അവിടെ നിങ്ങോട്ട് തിരിച്ചു വരാത്ത ഒരു ലോകത്തേക്ക് പോകുകയാണ്. ഇതൊരു പരീക്ഷണത്തിന്റെ ലോകമാണ്, ഇതൊരു കച്ചവടത്തിന്റെ ലോകമാണ്. പക്ഷേ നമ്മുടെ മറ്റ് കച്ചവടങ്ങളെ പോലെ അല്ല. നമ്മൾ വേറൊരാളിപ്പം ഗൾഫിൽ പോയി, ദുബായിൽ ഒരാൾ പോയി ബിസിനസ് നടത്തി, അവിടെ പൊട്ടിയാൽ അയാൾക്ക് എവിടെ പോകാം? ഖത്തറിലുണ്ട് ഒരു കളി 2027 അതുവരെ എന്താണ് അവിടെ ചെറിയ ബിസിനസ് ഒക്കെ നടക്കുന്നത്, അങ്ങോട്ട് പോകാം. അവിടെ ഏകദേശം പൊട്ടുമെന്ന് കണ്ടാൽ ചിലപ്പോ ഇങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് പോകാം. അവിടുന്ന് ചിലപ്പോ പൊട്ടുമെന്ന് കണ്ടാൽ ചിലപ്പോ എന്താണ് നമുക്ക് ചെന്നൈയിലേക്ക് പോകാം. പക്ഷേ ഇത് പറ്റില്ല. ഒരൊറ്റ സ്ഥലത്ത് ബിസിനസ്, അവിടുന്ന് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടായിക്കൊള്ളുക. ഉണ്ടാക്കിയവൻ രക്ഷപ്പെട്ടു, ഇല്ലാത്തവൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത്, നാം ഒരു ബിസിനസ് നടത്താൻ വന്നവരാ. ഭൗതിക ലോകത്ത് എങ്ങനെ ബിസിനസിന്റെ കണ്ണുണ്ടോ, അതിനേക്കാളും വലിയ കണ്ണും തന്റെ ഇടവും നമ്മൾ ആഖിറത്തിന് വേണ്ടി ഒരുക്കണം. നിങ്ങൾ കണ്ടില്ലേ, നല്ലൊരു ബിസിനസ്സുകാരൻ എങ്ങനെയാ ചെയ്യാം? അയാൾക്ക് ഒരു 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് 4 ലക്ഷം രൂപ ചിലവഴിക്കും. 6 ലക്ഷം രൂപ അയാൾ മറ്റൊരു ബിസിനസ്സിലിടും. അതിൽ നിന്ന് ലാഭം എങ്ങനെ വരും? 2 ലാഭവും കൂട്ടിയിട്ട് 16 ലക്ഷം രൂപ, ഒരു 15 ലക്ഷം രൂപ ബിസിനസ് വന്നാൽ അയാൾ ഒരു 6 ലക്ഷം രൂപ അതുകൊണ്ട് ഉപയോഗം നടത്തി 9 ലക്ഷം രൂപ അടുത്തൊരു ബിസിനസ് തുടങ്ങും. ഞാൻ ചോദിക്കുന്നു, നമ്മൾ ബിസിനസ് തുടങ്ങിയോ? നമ്മൾ ഉള്ള ബിസിനസ് മുറിച്ചേളിയാണ്. ബിസിനസ് എന്തൊക്കെ? ഒരുപാട് മക്കൾ ഉണ്ടാകല് നല്ല ബിസിനസ്സാണ്. ഒരുപാട് മക്കൾ ഉണ്ടാകല് നല്ല ബിസിനസ്സാണ്. കാരണം ഞാനിങ്ങനെ കണക്ക് കൂട്ടി നോക്കി, ഒരു ദിവസം ഞങ്ങളെ കുടുംബത്തിൽ ഒരു 10 മക്കളുണ്ട്. അപ്പോൾ 10 മക്കളും ഇബാദത്ത് ചെയ്താൽ 10 മക്കളും അവരെ മക്കളും ഒരു 40 കൊല്ലം ഇബാദത്ത് കഴിയുമ്പോഴേക്ക് ആ മക്കൾ കൂടിയാൽ ഏകദേശം 100ഓളം മക്കളാകും. അപ്പോ ആ മക്കളൊക്കെ ചെയ്യുന്ന പ്രതിഫലം ആർക്ക് ലഭിക്കും? ഈ ഉപ്പക്ക് ലഭിക്കും. എന്നാ ഞാൻ നേരെ തിരിച്ച് കണക്കൂട്ടി, 2 പ്രസവിക്കുന്ന പെണ്ണിനോ, 2 മാത്രം പ്രസവിച്ച് നിർത്തുന്നവർക്കോ സുബ്ഹാനല്ലാഹ്, അവർക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? 2 മക്കൾ, അവർക്ക് കുട്ടികളുണ്ടായി, അവരും ചിലപ്പോ 2 ആണ്. 40 കൊല്ലം കഴിഞ്ഞാലും 20 തികയൂല. കാരണം എന്തേ? അവര് ബിസിനസ് മുറിച്ച് കളയുകയാണ്. അല്ല മക്കൾ, റസൂലുള്ള വെറുതെ അല്ല പറഞ്ഞത്. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോ നിങ്ങൾ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. ഇന്നീ ഉഫാഖിറുബിക്കും യൗമൽ ഖിയാമ, ഞാൻ നിങ്ങളെ മക്കളെ കണ്ടിട്ട്, നിങ്ങളുടെ സമൂഹത്തെ കണ്ടിട്ട് എനിക്ക് പവർ പറയാനുണ്ടാകും. ചിലരതിന് വിമർശിക്കും, മുസ്ലിങ്ങൾ കൂടുതൽ പ്രസവിക്കുമെന്നോ. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, നമുക്കതൊരു പ്രശ്നവും അല്ല. കാരണം നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞു? അതാണ് നമ്മുടെ ദീന്. എന്നാലോ രാജ്യത്ത് ഭക്ഷണം ഉണ്ടായി പോകുന്നുള്ള പേടിയാണോ? അത് വെറുതെയാണ്. ലോകം അതിന് സാക്ഷിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങണം. അതേപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആഖിറത്തിന് വേണ്ടി ഒരുങ്ങേണ്ടുന്ന ഈ ബിസിനസിന്റെ ലോകത്ത് നമ്മൾ ഒരുപാട് സമയങ്ങൾ നമ്മൾ വലുതായി കാണണം. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് വലുതായി കാണേണ്ടത്? സമയം വെറുതെ ചെലവഴിക്കരുത്. അല്ല, ഇന്ന അംഫാസൽ ഹയാതി ജവാഹിറു നിഫാസും വഖദ് അദ്ഹാലഹ അൻകനാഫിയ. നമ്മളെ സമയം വിലപ്പെട്ടതാണ്.
സമയം വിലപ്പെട്ടതാണ്. നിങ്ങൾ കണ്ടില്ലേ യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അതാ അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി കിതാബ് എഴുതുന്നു. അവർ സമയം ആഖിറത്തിന് അധ്വാനിക്കുകയാണ്, പാരത്രിക ലോകത്തിന് അധ്വാനിക്കുകയാണ്. അവര് മഹാനവറുകൾ ഉറപ്പുള്ള നല്ല ഉണക്കറൊട്ടി പോലത്തെ സാധനം തിന്നാറില്ല. എന്തേ തിന്നാത്തത്? മഹാനവറുകൾ പറഞ്ഞു, തിന്നാൽ എന്റെ സമയം അങ്ങ് പോയി പോകും. സമയത്തെനിക്ക് കൈകൊണ്ട് കിതാബ് എഴുതാൻ കഴിയൂല, മനസ്സുകൊണ്ട് വേണ്ടതുപോലെ ചിന്തിക്കാനും കഴിയൂല. ഞാൻ ആഖിറത്തിന് അധ്വാനിക്കാൻ വേണ്ടി വന്നവരാണ്, ആഖിറത്തിന് വേണ്ടി ബിസിനസ് നടത്താൻ വന്നവനാണ്. ഇവിടെ ദുനിയാവിൽ സന്തോഷിച്ച് ജീവിക്കാൻ വന്നവനല്ല. അതുകൊണ്ട് ഞാൻ നോർമലായ ഭക്ഷണം കഴിക്കുന്നു. എന്തിനാണ് അവിടുന്ന് പറയുന്നത്? കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ല, സമ്പത്തില്ലാഞ്ഞിട്ടല്ല, എന്റെ സമയം വെറുതെ പോയി പോകരുത്. ഇത് വയത് പറയുന്ന എനിക്ക് നടക്കൂല, നിങ്ങൾക്കും നടക്കൂല. പക്ഷേ ഞാൻ ആ സംഭവം പറഞ്ഞത് എന്തിനാണ്? നമ്മൾ ചിന്തിക്കണം, നമ്മളുണ്ട് വെറുതെ ഇരുന്നിട്ട് നമ്മളെ സമയം വെറുതെ നശിപ്പിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ചില ആളുകൾ അതാ വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങിപ്പോകുന്നു കടയിലേക്ക്, അനാവശ്യം പറഞ്ഞ് സമയം കളയുന്നു, വെറുതെ വേണ്ടാത്തത് സംസാരിച്ച് സമയം കളയുന്നു. ഇല്ല, അലാ അറിയണേ, അല ഇന്ന അംഫാസൽ ഹയാതി ജവാഹിറു. മനുഷ്യന്റെ ഓരോ ശ്വാസവും വിലപ്പെട്ടതാണ്. ഒന്ന് കഴിഞ്ഞു പോയാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടൂല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 10 കോടി ഇനാം തരാം, 10 കോടി രൂപ തരാം. എന്റെ ഇന്നലത്തെ ഒരു ദിവസത്തെ 1 മണിക്കൂർ നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുമോ? ആരുടേതെങ്കിലും കഴിയുമോ? ആരുടേതും കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ ഈ ദുനിയാവിൽ മടക്കമില്ലാത്ത ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ബിസിനസ്സുകാരാണ്. ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ്. ഈ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ആഖിറത്തിലേക്ക് മടങ്ങണം, അല്ലാഹുവിലേക്ക് മടങ്ങണം. അതിന് അല്ലാഹു ചില കാരണങ്ങൾ, ചില ബോധങ്ങൾ വരാനുള്ള ചില വിഷയങ്ങളും തന്നിട്ടുണ്ട് നമുക്ക്. അതിൽപ്പെട്ട ഒന്നാണ് നര എന്നത്. നമ്മുടെ ശരീരത്തിൽ നര വരിക എന്നത് അതിൽപ്പെട്ട ഒന്നാണ്. നര വന്നാൽ പിന്നെ സുബ്ഹാനല്ലാഹ് ബേജാറാകണം. നിങ്ങൾ കണ്ടില്ലേ, ആദ്യമായി നര വന്നത് നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനിക്കാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യമായി നര വന്നത് ഇബ്രാഹിം നബിക്കാണ്. അതും പറയുന്നുണ്ട്. ഒരു നര വന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വെളുത്ത മുടി. ഭാര്യയോട് പറഞ്ഞു, കാണുന്നില്ലേ, എന്റെ ഇവിടെ ഒരു വെളുത്ത മുടി കാണുന്നു താടിയിൽ. ഭാര്യ പറഞ്ഞു, അതങ്ങ് ഒഴിവാക്കി കളയൂ. എന്താണ്? പറഞ്ഞു, അത് ഒഴിവാക്കാനുള്ളതല്ല. അതെന്തിനുള്ളതാണെന്നോ? അത് എന്റെ ആഖിറത്തിലേക്ക് എനിക്ക് മടങ്ങാനുള്ള സമയമായി എന്നതിലേക്കുള്ള സൂചനയാണ്. സുബ്ഹാനല്ലാഹ്, ആഖിറത്തിലേക്ക് എനിക്ക് മടങ്ങാനുള്ള സമയമായി എന്ന സൂചനയാണ്. അതുകൊണ്ട് ഇത് പറിക്കാൻ പറ്റൂല. പെണ്ണ് പറഞ്ഞു, എന്നാ നിങ്ങളത് പറ്റൂല, നിങ്ങളങ്ങ് പറിച്ചേക്കൂ. ആരവറുകൾ അല്ല പെണ്ണെ, അങ്ങനെയല്ല, അല്ലാഹുവിനോട് ദുആ ചെയ്തു, ആഖിറത്തിലേക്കുള്ള ചിന്ത എനിക്ക് വർദ്ധിക്കാൻ എനിക്കൊരു കാരണം തരണേ അല്ലാഹ്. താടിയിലെ രോമങ്ങൾ കൂടുതലും വെളുത്തുപോയി എന്നാണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, ചിലരുണ്ട് താടിയിലെ രോമം വെളുത്താല് പറ്റ പഠിച്ചു കളയും. എന്താണ്? സുബ്ഹാനല്ലാഹ്, അത് കാണുമ്പോ ഒരു ബേജാറ്. പടച്ചോനെ, മരിച്ചോട്ടെ, നിങ്ങളൊരു താടിയിലെ രോമം വെച്ചാലും ഇല്ല, പഠിച്ചാലും ഇല്ല, മരിക്കേണ്ട സമയം മരിക്കും. നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം എല്ലാ ദിവസവും നമ്മുടെ അരികിൽ വന്നിങ്ങനെ നോക്കിപ്പോകുന്നുണ്ട്.
ഏറ്റവും ചുരുങ്ങിയത് 3 വട്ടം നമ്മളെ വന്നിട്ട് ഇവനായോ പിടിക്കാന് ഇല്ല, നോക്കി പോകുന്നുണ്ട്. നിങ്ങൾ താടി വെളുത്താലും ശരി വെളുത്തില്ലെങ്കിലും ശരി. സുബ്ഹാനല്ലാഹ്, ഇബ്നു ബാത്തത്തുൽ ബസരി റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞതുപോലെ അതാ ഒരിക്കലും ഒരു മനുഷ്യൻ നമ്മൾ ചിന്തിക്കേണ്ടത് താടി നരച്ചാലും നരച്ചില്ലെങ്കിലും മനുഷ്യൻ മരിച്ചു പോകും. മഹാനവറുകൾ പറഞ്ഞു, വയസ്സന്മാരെന്താണ് ഇരുന്ന് ബടായി പറയുന്നത്? നിങ്ങൾക്ക് മരിക്കണ്ടേ? മടക്കയാത്രക്ക് മടക്കമില്ലാത്ത യാത്രക്ക് സമയമായില്ലേ? അതാ നിങ്ങൾ ഒരു വാഴക്കൊല അത് പഴുത്തത് കണ്ടാൽ, ഒരു വാഴക്കൊല അത് വാഴയിലുള്ള ആ പച്ചക്കായ്കൾ ഇങ്ങനെ പഴുത്തത് കണ്ടാൽ മനസ്സിലാക്കണം ഇനി അത് വെട്ടാൻ സമയമായി. അതേപോലെ ശരീരത്തിലെ ഒരു രോമം വെളുത്താൽ നമുക്ക് മടങ്ങാൻ സമയമായി. ഈ ഒരു ചിന്ത വരണം. ഇനി അങ്ങനത്തെ ആളുകൾ അല്ലെങ്കിൽ അപ്പൊ യുവാക്കൾക്ക് സമാധാനത്തിൽ നടക്കാൻ കഴിയുമോ? മഹാനവറുകൾ പറഞ്ഞു, പറ്റൂല കേട്ടോ. യുവാക്കളെ, നിങ്ങൾ കാണുന്നില്ലേ നല്ല ചെന്തങ്ങിന്റെ മുകളിൽ സുഗന്ധ തുടുത്ത നല്ല ഇളന്നിരുകൾ, അത് ചിലപ്പോ വാടി വീണു പോകുന്നത് കാണുന്നില്ലേ? അതുപോലെ നിങ്ങൾ വാടി വീണു പോകാൻ സാധ്യതയുണ്ട്. ചെറുപ്പക്കാരോട് പത്രമെടുത്തിങ്ങനെ വായിക്കണം എല്ലാ ദിവസവും. എന്തിന്? ഏത് വായിക്കണം? കരമകോളം വായിക്കണം. എന്നിട്ടോ 39 വയസ്സുള്ള ഞാൻ 39 വയസ്സുള്ള ആരെങ്കിലും മരിച്ചോ, അല്ലെങ്കിൽ അതിനേക്കാളും താഴെ വയസ്സുള്ള ആരെങ്കിലും മരിച്ചോ, ഞാനതിങ്ങനെ ചിന്തിക്കണം. ഞാനും മരിക്കും, ഞാനും ഒരുപക്ഷെ നാളെ മയ്യിത്താണ്. ഞാൻ അറിയില്ല എപ്പോഴാണ് മരിക്കുന്നത്. ചിന്തിച്ചുകൊള്ളണം. ഇബ്നു ബാത്തത്ത് റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞു, മടക്കയാത്രയെ കുറിച്ച് ഇങ്ങനെ ഓർക്കണം. എപ്പോഴും നമുക്കൊരു ഓർമ്മയുണ്ടാകണം. വിളിക്കുമ്പോ പോകണം, ഒരു രക്ഷയും ഇല്ല. രണ്ടാമത് ചെറിയ കുട്ടികളോട് പറയുന്നു, മക്കളെ നിങ്ങളെന്തേ ഓടിച്ചാടി കളിക്കുന്നത്? ഓടിച്ചാടി എന്താണ് നിങ്ങളെന്തേ അല്ലാഹുവിലേക്കും മടക്കയാത്രക്ക് വേണ്ടി ഒരുങ്ങാത്തത്? എന്റെ ഉപ്പാപ്പ 95 മരിച്ചത്, ഉപ്പാപ്പ മരിച്ചോട്ടെ, നീ അതുപോലെ മരിച്ചുകൊള്ളണമെന്നില്ല. ഒരു മാവിന്റെ മുകളിൽ അതിന്റെ ആ മാവിന്റെ ഒരു മാങ്ങയുടെ അണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ മാവിനെ ഉണ്ടാക്കിയത്. പക്ഷേ ആ മാവിന്റെ മുകളിൽ നിന്ന് ചെറിയ മാങ്ങയുടെ ഉണ്ണിമാങ്ങകൾ വീണു പോകാറില്ലേ? അതുപോലെ ചെറിയ മക്കളെ നമ്മൾ മരിച്ചു പോകും. ഞാൻ ഓർക്കുന്നു, എന്റെ നാട്ടിൽ ഒരു ചെറിയ കുട്ടി 14-15 വയസ്സുള്ള അടുത്ത SLC പരീക്ഷയിൽ എക്സാം എഴുതേണ്ട കുട്ടി ഒരു 3 മാസം മുമ്പ് മരിച്ചു. അല്ലാഹു കുട്ടിയുടെ ഖബറും സന്തോഷിപ്പിക്കട്ടെ. നമ്മളെ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെ ഖബറും അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവരെ കുടുംബത്തിനും നമുക്കും അല്ലാഹു സമാധാനവും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു കാവലും നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നുമില്ല, എന്തേ കുട്ടിക്ക് നല്ല വാപ്പ വീടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തട്ട് മതി വീട് എന്ന് പറഞ്ഞു വാപ്പ. മകൻ പറഞ്ഞു, ഉപ്പ എന്റെ വീട് എനിക്ക് 2 തട്ട് വേണം. 2ാം തട്ടിന്റെ പണി നടക്കുകയാണ്. പുഴയിൽ കുളിക്കാൻ പോയതാണ്. കുട്ടി മുങ്ങുമ്പോൾ മുങ്ങിക്കളിക്കാറുണ്ട്. ഞാൻ മുങ്ങുന്നു എന്ന് തമാശയിൽ വിളിച്ചു പറയാറുണ്ട്. അതുപോലെ ആ സമയത്തും പറഞ്ഞു, കുട്ടികൾ കരുതി തമാശയാണെന്ന്. അവൻ മുങ്ങി അങ്ങ് താഴെ പോയപ്പോഴാണ് ഇവൻ മുങ്ങി മരിക്കുകയാണെന്നറിയുന്നത്. ഒരു മകനില്ലാഞ്ഞിട്ട് 10 കൊല്ലം അധ്വാനിച്ചിട്ട് അതാ നേർച്ചയാക്കിയിട്ട് ദുആ ചെയ്ത് സലീഹങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടാണ് ഒരു കുട്ടിയെ കിട്ടിയത്. അടുത്തത് കിട്ടാൻ 5 കൊല്ലമോ 8 കൊല്ലമോ വീണ്ടും കാത്തിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, മക്കളെ മടക്കയാത്രക്കൊരുങ്ങണം. നമ്മൾ മടക്കമില്ലാത്ത തിരിച്ചു വരാത്ത യാത്രക്ക് ഒരുങ്ങണം. ഒരുങ്ങാതെ പറ്റൂല. അതിനെങ്ങനെയാണ്? ആദ്യമായി 2 വിഷയത്തിൽ ചിന്തിക്കണം. ഞാൻ ചെയ്യുന്ന അമലുകൾ എത്ര നല്ലതുണ്ട്, ഞാൻ എത്ര നല്ലത് ഒരു ദിവസം ചെയ്യുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു ഖബ്ല അൻ തുഹാസബു.
നിങ്ങൾ കണക്ക് ചോദ്യം നടത്തണം നിങ്ങളോട്. ഞാൻ എന്റെ ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇന്ന് പോയി ഒരു കടലാസ് എടുത്ത് എഴുതി നോക്കണം. നിങ്ങൾ ഇന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഒരു കടലാസ് എടുക്കണം. ഞാൻ രാവിലെ സുബഹി നിസ്കരിച്ചു, ആ 1 മണിക്കൂർ ഞാൻ എന്തൊക്കെ നല്ലത് ചെയ്തു, നല്ലത് ചെയ്തത് മാത്രം എഴുതണം. എന്നിട്ട് അതിന്റെ സമയവും ഇങ്ങേ തലക്ക് എഴുതണം. 10 മിനിറ്റ് സുബഹി നിസ്കാരം, 5 മിനിറ്റ് ഖുർആനോത്ത്. അത് കഴിഞ്ഞിട്ടോ പിന്നെയുള്ളതൊന്നും കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ചായ കുടിച്ചു 5 മിനിറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മൾ ഇന്നാലുന്ന സ്ഥലത്ത് പോയി മീൻ വാങ്ങിക്കൊടുത്തു, അതിന് 20 മിനിറ്റ്. ഇങ്ങനെ എഴുതി ഒന്ന് കൂട്ടി നോക്കണം. എന്നിട്ട് നമ്മളൊന്ന് കണക്ക് കൂട്ടിയിട്ട് എത്ര മണിക്കൂർ നമ്മൾ നല്ലത് ചെയ്തു, എത്ര സമയം നമുക്ക് വേസ്റ്റ് ആയി പോയി. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. ഒരു കണക്ക് നോക്കണം. മടക്കയാത്രക്ക് അല്ലെങ്കിൽ മടക്കമില്ലാത്ത ഒരു യാത്രക്ക് ഞാൻ ഒരുക്കം നടത്തിയിട്ടുണ്ടോ? റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു ദിവസം രാത്രി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ നോക്കുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ വിരിപ്പിൽ കിടന്നതിന്റെ ശേഷമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എണീക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാനിപ്പം വരാം. അടുത്ത വീട്ടിൽ പോയി തന്റെ സഹോദരന്റെ വാതിൽ മുട്ടി വിളിച്ച് പുറത്തേക്ക് ഇറക്കി വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഉറങ്ങുകയാണോ? ഞാൻ എന്റെ വിരിപ്പിലിങ്ങനെ മലർന്നു കിടന്നപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വന്നു, ഞാൻ എന്തിനാണ് ഈ ഉറങ്ങുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചിന്തിക്കുന്നു, ഞാൻ എന്തിനാണ് ഈ ഉറങ്ങുന്നത്? അത് വന്ന് ഹാപ്പിയാകാനാണ്, ഒരു റിഫ്രഷ്മെന്റ്. എന്റെ ബുദ്ധിയും ശരീരവും ഒക്കെ ഒന്ന് ഉറക്കിലൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് നാളെ രാവിലെ കൂടുതൽ ഊർജം ലഭിക്കാനാണ്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് ചിന്തിച്ചതിന്, നാളെ രാവിലെ ഞാൻ ഉണർന്നാലല്ലേ ഊർജം, ഉണരാതെ ഞാനങ്ങ് മരിച്ചുപോയാ പിന്നെന്ത് ഊർജമാണ്? ഏതായാലും ഉറങ്ങണം, ഇസ്ലാമിന്റെ നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാമെന്നാലും 1/2 മണിക്കൂർ ഞാൻ അപ്പുറത്തെ വീട്ടുകാരനെ വിളിച്ചിട്ട് ഇൽമിയായ ചർച്ച നടത്തുന്നു. ഞാൻ എന്റെ മോമിനീങ്ങളോട്, മഹാന്മാരായ പണ്ഡിതന്മാരോട് ചോദ്യമുണ്ട്. ഒരാള് വന്നിട്ട്, സ്വീകരിക്കാൻ പറ്റിയ ഒരാളെന്നോട് വന്നിട്ട്, നീ 1 മണിക്കൂർ കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മളോട് വന്നിട്ട് ഒരാൾ പറയാണ് നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് മരിക്കും, നമ്മളെന്താ ചെയ്യാ? തസ്ബീഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലും. മഹാന്മാര് പറഞ്ഞ മറുപടിയല്ല, ഞാൻ ആ 1 മണിക്കൂറിൽ ഏകദേശ സമയവും ഞാൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ദീന് പഠിക്കും. കാരണം ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി, അതാ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൽമു കൊണ്ട് ശുഗലാകൽ അത് അഫ്ളലു തആത്താണ്, അല്ലെങ്കിൽ മിൻ അഫ്ളലി തആത്ത്. അത് അല്ലാഹുവിനെ വഴിപ്പെടുന്നതിലേറ്റവും വലിയ പ്രവർത്തനമാണത്. അതുകൊണ്ട് ഇൽമു പഠിക്കും നമ്മൾ വേണ്ടത് കഴിവിന്റെ പരമാവധി. നമ്മൾ എവിടെയെങ്കിലും ഒരു നല്ല വഅദ് കേൾക്കുന്നുണ്ടോ, അവിടെ പോയി ഒന്ന് ഇരുന്നേക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ദീനൊന്ന് പഠിച്ചേക്കണം. അപ്പൊ ചിലപ്പോ ഞാൻ പറയുന്ന ഇൽമു നിങ്ങൾക്ക് എന്താണ് കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു, ഞമ്മക്കറിയുന്നതല്ലേ മുസ്ലിയാര് പറയുന്നത്. ആയിക്കോട്ടെ, അറിയുന്നത് പറഞ്ഞാലും തിരക്കേടില്ല, കേട്ടതിന് വലിയ കൂലിയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ അതാ റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം കാണാം. എന്തേ, ഞാനൊരു സ്ഥലത്ത് വഅദിന്റെ സദസ്സിൽ പോയിരുന്നു. ഞാനൊരു മുത്തഅല്ലിം ഉസ്താദിന്റെ വഅദ് ഇങ്ങനെ കേട്ടു. ഞാൻ പോയിരുന്നപ്പോൾ ഉസ്താദിനൊരു അത്ഭുതം. എന്താണ്? എന്റെ ശ്രദ്ധ കണ്ടപ്പോൾ ഞാൻ വളരെ വല്ലാതെ ആവേശത്തോടെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊന്നും കേട്ടില്ലാതാണ് മൂപ്പര് മനസ്സിലാക്കിയത്. എന്നാൽ ഞാൻ ആ വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഖബ്ല അയ്യൂലദ,
അവൻ ജനിക്കുന്നതിന്റെ മുമ്പ് ഈ വിഷയങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ഇൽമിൽ നിന്നിങ്ങനെ കേട്ടത്, ഇൽമ പഠിക്കുക എന്നത് ആഖിറത്തിലേക്കുള്ള വലിയ ഒരു വഴിയാണ്, പാരത്രിക ലോകത്തേക്കുള്ള വലിയൊരു മാർഗമാണ്. അതുകൊണ്ട് നമ്മൾ വേണ്ടത് നമ്മുടെ ഇൽമ പഠിക്കുകയും ആഖിറത്തിന് വേണ്ടി ഒരുങ്ങുകയും വേണം. അതിനെ ആഖിറത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന വിഷയങ്ങളിലേക്ക് നമ്മൾ പോകണം. അതിലൊന്ന് വേണ്ടത് മരണം ഹാദിറായ മഹാന്മാരായ അല്ലെങ്കിൽ മരണം ഹാദിറായ മനുഷ്യന്മാരെ പോയി കാണലാണ്. മരണം ഹാദിറായ വീടുകളിലേക്ക് നമ്മൾ ഓടിച്ചെല്ലണം. ചെന്നിട്ട് നമ്മൾ ചിന്തിക്കണം, അല്ലാഹ് എനിക്കും ഒരു ദിവസം ഇതുപോലെ വരാനില്ലേ? ഈ ഒരു ചിന്ത വേണം. നിങ്ങൾ കണ്ടു, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ദിവസം ഇങ്ങനെ നടന്നു പോകുന്നു. യാതൊരു വിഷയമാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കുട്ടിയുണ്ട്, ഇങ്ങനെ കരയുന്നു. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അങ്ങോട്ട് ചെന്നു നോക്കുമ്പോ ഒരു മയ്യത്തിന്റെ അരികിൽ ഇരുന്നിട്ടാണ് കരയുന്നത് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ഈ കരയുന്ന ചെറുപ്പക്കാരനെ തട്ടി, മോനെ എന്താണിത്? മഹദാ, എന്താണ്? കുട്ടി ചൂണ്ടിക്കാണിച്ചു, ഹദാബി ഇന്നഹു ഖദ് മാത്, ഇതെന്റെ ഉപ്പയാണ്, മുപ്പരും മരിച്ചു പോയിരിക്കുന്നു. പറഞ്ഞു, ആയിക്കോട്ടെ, അതിനെന്താണ്, നീ കരയുന്നത് എന്തിനാണ്? ശരി, എന്താണ്? എന്റെ വാപ്പ മരിച്ചാ പിന്നെ നിങ്ങളാ കരയേണ്ടത്? ഞാനല്ലേ? അബ്ദുല്ലാഹി പറഞ്ഞു, വാപ്പ മരിച്ചതിന് നീ എന്തിനാണോ കരയുന്നത്? നമുക്കൊക്കെ ചിലപ്പോൾ ദേഷ്യം പിടിക്കും. ഗൾഫിൽ നിന്ന് വാപ്പ മരിച്ചതിന് ഞാൻ നാട്ടിൽ പോട്ടെ നീ ചാല് അറബിയോട് പോലെ അൽഹംദുലില്ലാ വേഗം പോയി പണിയെടുത്തു വിടുക. അവൻ അമ്മക്ക് ദേഷ്യം പിടിക്കും. ഉപ്പ മരിച്ചിട്ട് ഈ മഹാൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. ഭാര്യ മരിച്ചെന്ന് പറഞ്ഞാൽ പോലെ ചിലപ്പോ അൽഹംദുലില്ലാ എന്ന് പറയൂല്ലെങ്കിൽ ഇന്നാ ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം അടുത്ത പെണ്ണിനെ നോക്കണം, മഹർ കെട്ടണം, ഈറ്റാ കുലുമാല് വേറൊന്നുമില്ല. അതുകൊണ്ട് മൂപ്പര് ചിലപ്പോ എന്താകും, ഇന്നാ ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമമൊക്കെ പ്രകടിപ്പിക്കും. ഇന്നാ ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയും. ഉപ്പ മരിച്ചാൽ നമ്മൾ കരന്റെ ആവശ്യമില്ല. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കൊക്കെ ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പൊ പറഞ്ഞു, ഞാനില്ലാതെ പിന്നെ ആരാ കരയേണ്ടത്? മഹാനവർ പറഞ്ഞു, എന്തിനാണോ കരയുന്നത്? ഞാൻ ഉപ്പാനെ വിചാരിച്ചിട്ടാണ്. വീണ്ടും പറഞ്ഞു, ഉപ്പാനെ വിചാരിച്ച് നീ എന്ത് കരയാനാണ്? എടോ, ഉപ്പാനെ ഉദ്ദേശിച്ച് നീ കരയേണ്ട ആവശ്യമില്ല. കാരണം ഉപ്പക്ക് 3 വലിയ വിഷയത്തിൽ നിന്ന് ഉപ്പ രക്ഷപ്പെട്ട് കഴിഞ്ഞു. 3 വലിയ വിഷയത്തിൽ ഉപ്പ രക്ഷപ്പെട്ട് കഴിഞ്ഞു. നീ വേണ്ടതെന്താണ്? നിന്റെ ശരീരത്തിനെ ഓർത്തിട്ട് നീ കരഞ്ഞടോ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് പറയാണ്, നീ കരയേണ്ടത് നിന്നെ ഓർത്തിട്ടാണ്. ഒന്ന്, ഒരു സ്കൂളിലെ കുട്ടി നിങ്ങൾ കാണുന്നില്ലേ, SLC പരീക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയാല് കുട്ടികളൊക്കെ ഭയങ്കര പിറ്റേന്ന് പത്രത്തിലുണ്ടാവും. കുട്ടികളൊക്കെ ചിരിച്ചോണ്ടൊരു ഫോട്ടോ. എന്ത് ഫോട്ടോ? ചിലപ്പോ ഈ ചിരിക്കുന്ന ചങ്ങായി അങ്ങ് തോറ്റിട്ടായിരിക്കും ഉണ്ടാകുക. ഇവരെന്തിനാ എങ്ങനെ ചിരിക്കുന്നത്? അത് തോറ്റാലും തർക്കേടില്ല, ജയിച്ചാലും തർക്കേടില്ല, പരീക്ഷ കഴിഞ്ഞു കിട്ടിയല്ലോ. ഇതാണ് ആ ചിരിയുടെ ലക്ഷ്യം. എന്നാൽ എന്നതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറഞ്ഞു, മോനെ, മരിക്കുമ്പോ ബേജാറാകേണ്ട ഒരു വിഷയം, മുഅ്മിനായിട്ടാണോ മരിക്കുക, ഈമാനോടെയാണോ മരിക്കുക, അല്ല ഈമാനില്ലാതെയാണോ? അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ഈമാനോടെ മരിക്കാൻ ഇൻഷാ അല്ലാഹ് വഴികളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങളുമുണ്ട്. ഈമാനോടെ മരിക്കൽ അത് വല്ലാത്തൊരു വിഷയമാണ്. അത് വല്ലാത്തൊരു ഗൗരവമുള്ള വിഷയമാണ്. സമയത്തിനനുസരിച്ച് ഞാനത് വിശദീകരിക്കാം. നമ്മൾ ചിന്തിക്കേണ്ടത് മടക്കമില്ലാത്ത യാത്ര, അതിൽ സുബ്ഹാനല്ലാഹ് ഈമാനോട് കൂടെ മരിക്കുന്നുവോ, അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ഇരിക്കണോ, നിന്റെ വാപ്പ ഈമാനില്ലാതെയാണ് മരിച്ചതെങ്കിൽ പേടിയതായാലും കഴിഞ്ഞില്ലേ? നീ എന്തിനാണ് അതിന് കരയുന്നത്? നിന്റെ കാര്യത്തെക്കുറിച്ചല്ലേ നീ ബേജാറാകേണ്ടത്. നീ ഈമാനോടെയാണോ മരിക്കുക?
അല്ലെ ഈമാനില്ലാതെയാണോ? വാപ്പ ഈമാനോടെയാണ് മരിച്ചതെങ്കിൽ പിന്നെ നീ എന്തിന് കരയുന്നു? നീ കരയേണ്ടതില്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം കാണാൻ ചെന്നു. റസൂലുള്ളാഹിക്ക് ഇങ്ങനെ സ്വഭാവമുണ്ടായിരുന്നു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് കാണാൻ പോകും. അതുപോലെ സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നുൽ ഖത്താബും കാണാൻ ചെന്നു. ചെന്നപ്പോൾ അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും കണ്ടപ്പോൾ ഉമ്മു ഐമൻ പൊട്ടിയങ്ങ് കരഞ്ഞു. കരഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഉമ്മു ഐമനെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, മക്കളെ, നമ്മളെ മുത്തുനബി പോയില്ലേ, നമ്മളെ ഹബീബ് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയില്ലേ, എന്തൊരു സന്തോഷമുണ്ടായിരുന്നു. അവിടുന്ന് നമ്മളെ കൂടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്തൊരു സന്തോഷമുള്ള കാലഘട്ടമായിരുന്നു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ഉമ്മു ഐമനെ, അമാലിംതി അന്നമാ ഇൻദല്ലാഹി ഖൈറുൽ ലിറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനിക്ക് അല്ലാഹുവിന്റെ അരികിലുള്ളത് ഖൈറാണെന്ന് നിങ്ങൾക്കറിയില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മറുപടി പറഞ്ഞു, മുഹമ്മദേ, എനിക്കറിയാം, പക്ഷേ വഹ്യ് മുടങ്ങിയല്ലോ. അവിടെ കരച്ചലതിനാണ്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി പോയത് ചിന്തിച്ചിട്ട് കരയുന്നത്. മുത്തുനബി നമ്മളെ കൂടെയുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതുകൊണ്ടല്ലേ അബൂ മുവഹിബയെ ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ് അബൂ മുവഹിബ, വിളിച്ചിട്ട് പറഞ്ഞു, എണീക്കൂ, നമുക്കൊന്ന് ജന്നത്തുൽ ബഖീൽ പോയി സിയാറത്ത് ചെയ്യണം. ജന്നത്തുൽ ബഖീൽ പോയി സിയാറത്ത് ചെയ്തു. ഖബറാദികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി. അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ലൊരു വഅദ് പറഞ്ഞു അബൂ മുവഹിബയോട്. എന്താ പറഞ്ഞ വാചകം? അബൂ മുവഹിബ, അല്ലാഹു തആല എനിക്ക് ഇഷ്ടം പ്രവർത്തിക്കാനുള്ള അധികാരം തന്നു. ബൈനദ് ദുനിയാ വ ബൈനൽ ആഖിറ. എനിക്ക് അല്ലാഹു ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, സ്വർഗവും തരാം. അല്ല, എനിക്ക് മരിച്ച് മഹ്ശറയിലേക്ക് അല്ലാഹുവിന്റെ റഫീഖുൽ അലയിലേക്ക് മടങ്ങി സ്വർഗം തരാം. ഞാൻ ഖയ്യർതു റഫീഖൽ അലാ, ഞാൻ മരണം തെരഞ്ഞെടുത്തു. അബൂ മുവഹിബ ചോദിച്ചു, അല്ല മുത്തുനബിയേ, ലൗ ഖയ്യർത ബൈന ദുനിയാ വൽ ഖുൽദ ഫീഹാ വൽ ജന്ന, നിങ്ങൾക്ക് ദുനിയാവിൽ കാലാകാലവും ജീവിക്കാനും സ്വർഗത്തിനെയും ഒന്ന് തെരഞ്ഞെടുത്തുകൂടായിരുന്ന ഞങ്ങൾക്ക് എന്തൊരു സന്തോഷമാകുമായിരുന്നേ. ഇനി പറഞ്ഞിട്ട് കാര്യം തെരഞ്ഞെടുത്തു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൂടെ ജീവിക്കണമെന്ന് എപ്പോഴും വിശ്വാസികൾ ആഗ്രഹിക്കും. അത് ഒരു വിഷയമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഉപ്പ മരിച്ചത് നീ എന്തിന് കരയണം? കാരണം ഉപ്പ മരിച്ചു. ഉപ്പ എന്തായാലും മൂമിനായിട്ടാണോ അല്ലാതെയാണോ മരിച്ച വിഷയം കഴിഞ്ഞു. രണ്ടാമത്തെ വിഷയം മരണവേദനയാണ്. രണ്ടാമത്തെ വിഷയം മരണവേദനയാണ്. അത് സഹിക്കൂല കേട്ടോ, മരണവേദന സഹിക്കൂല. നമ്മളിപ്പോഴും കരയേണ്ട ഒരു വിഷയമാണ്. ഞങ്ങൾക്ക് ഈമാനോടെ മരിക്കാനുള്ള അവസരം നൽകലോടെ നിങ്ങളെ മരണവേദന നീ ഒന്ന് ലഘൂകരിച്ചു തരണം റഹ്മാനേ. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, മരണവേദന അത് വല്ലാത്തൊരു വേദനയാണ്, സഹിക്കൂല കേട്ടോ. അതുകൊണ്ടല്ലേ ബനു ഇസ്രായേലിൽ ചെല്ല് ചെന്നിട്ട് ഖബർസ്ഥാനിയിൽ നിന്ന് കരയുന്നു, അല്ലാഹുവിനോട് കരയുന്നു. കരഞ്ഞിട്ട് പറയുന്നു, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ഖബറിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ ഒന്ന് ഹയാത്താക്കി തരണം, ഖബറിലുള്ള വിശേഷം ചോദിക്കാൻ.
ഹയാത്തിട്ട് കൊടുത്തു. ഈ സംഭവം അവിടുത്തെ ഇർശാദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാ അല്ലാഹു തആല അധികാരം കൊടുത്തു. അതാ ഖബറിൽ നിന്ന് എണീറ്റ് വന്നു. അയാളോട് വിശേഷണങ്ങളൊക്കെ ചോദിച്ചു, നല്ലതൊക്കെ പറഞ്ഞു. ചോദിച്ചു, ഞാൻ എത്ര കൊല്ലമായി മരിച്ചിട്ട്? നിങ്ങൾ 100 കൊല്ലമായി അല്ലെങ്കിൽ 200 കൊല്ലമായെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ എന്റെ അവസ്ഥയിൽ ഒരു കാര്യം പറയട്ടെ, മരണത്തിന്റെ വേദന, മരണസമയത്തുള്ള വേദന. എന്റെ ഇടയിൽ ഒരു കവർ വിതരണം ചെയ്യുന്നുണ്ട്. മറ്റന്നാൾ നമ്മുടെ അതിന്റെ സമാപനമാണ്. ഒരുപാട് ചെലവുണ്ട്, പള്ളിയുടെ പ്രവർത്തനങ്ങളുമായി ഒരുപാട് ചെലവുണ്ട്. നിങ്ങളൊക്കെ നല്ല സംഭാവന കവറിൽ ഇട്ട് മറ്റന്നാൾ കൊണ്ടു കൊടുക്കണം. നമ്മുടെ സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ ദുആ ചെയ്യും. അർഹമർ റഹീമായ റബ്ബേ, ഈ ഖൈറും ബർക്കത്തും ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ, ഈ സന്തോഷം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. നിങ്ങളുടെ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അർഹമർ റഹീമായ റബ്ബ് ദൂരീകരിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് ചോദിച്ചു, നീ എന്തിനാണ് മൂന്നാമത്തെ വിഷയം? രണ്ടാമത്തത് വേദനയാണ്. വേദന കഴിഞ്ഞില്ലേ? അത് അനുഭവിച്ചു കഴിഞ്ഞില്ലേ? അത് നിലനിൽക്കുന്നു എങ്കിലും മൂന്നാമത്തത് സുബ്ഹാനല്ലാഹ്, സ്വർഗ്ഗത്തിലാണോ നരകത്തിലാണോ ആ തീരുമാനവും വന്നില്ലേ? നിന്റേത് 3 വിഷയത്തിലും ബേജാറാണ്. നീ അതല്ലേ ചിന്തിക്കേണ്ടത്? അല്ലാഹ്, മുഅ്മിനായിട്ട് മരിക്കുമോ? ഞാൻ മുഅ്മിനായി മരിക്കുമോ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് എപ്പോഴും ചിന്ത വേണം. മഹാന്മാര് പറയുന്നു, അതേപോലെ മരിച്ച വീട്ടിലേക്ക് നമ്മൾ ചെന്നാൽ നമ്മളെ അഹമ്മദ് കുട്ടിയാജി മരിച്ചുപോയി എന്നല്ല ചിന്തിക്കേണ്ടത്. അദ്ദേഹം മരിച്ചുപോയി, ഒരു ദിവസം ഞാനും മരിക്കും, ഒരു ദിവസം ഞാനും മരിക്കും. എന്റെ അവസ്ഥ എന്താണ് റബ്ബേ? അദ്ദേഹം മരിച്ചത് നിസ്കരിക്കുമ്പോഴാണ്, അദ്ദേഹം മരിച്ചത് ദിക്ർ ചെല്ലുമ്പോഴാണ്, അദ്ദേഹം മരിച്ചത് ഇന്ന രോഗത്തിലാണ്, പക്ഷേ കൂടുതൽ കിടക്കാതെയാണ്. എന്റെ അവസ്ഥ എന്താണ്? എന്നെ ജനങ്ങളൊക്കെ വെറുത്തിട്ടാണോ മരിക്കുന്നത്? നമ്മൾ നന്നായി ചിന്തിക്കണം. മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഖബർസ്ഥാനികളിലേക്ക് പോകണം. ഖബർസ്ഥാനിയിൽ പോയി ഖബറാളികളുടെ അരികിൽ ഇങ്ങനെ നിൽക്കണം. നിന്നിട്ട് റബ്ബേ, ഖബറിൽ ആരാണുള്ളത്? അവർക്ക് ഫാത്തിഹ ഓതലും യാസീൻ ഓതലൊക്കെ വലിയ പുണ്യമുണ്ട്. അതോടൊപ്പം നമ്മൾ നിന്നിങ്ങനെ ചിന്തിക്കണം, റബ്ബേ, ഒരു ദിവസം ഇതുപോലെ ഞാനും ഖബറിൽ കിടക്കണമല്ലോ. എന്താണ് ഖബറ്? ഇങ്ങനെ ചിന്തിക്കണം. ചിന്തിച്ച് നമുക്ക് അല്ലാഹുവിലേക്ക് നമ്മളെ മനസ്സിനെ അടുപ്പിക്കണം. മരണത്തിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, അവിടുത്തെ മകൻ സാം ഇബ്നു നൂഹ്, ആ കാലഘട്ടത്തിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ, ഈസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് മരിച്ചവരെ ഹയാത്താക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽ നബിയോട് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങളെ മോചിതത്തെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. നബി ചോദിച്ചു, എന്ത് മോചിതത്താ വേണ്ടത്? ഞങ്ങൾക്ക് മരിച്ച ആളെ ഹയാത്താക്കി തരണം. ആരെ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് സാം ഇബ്നു നൂഹിനെ. സാം ഇബ്നു നൂഹ് എത്ര കൊല്ലമായി മരിച്ചിട്ട്? 2000 കൊല്ലം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ആയിക്കോട്ടെ, ദുല്ലൂനി അലാ ഖബരി, മൂസ നബിയുടെ ഖബർ ഇങ്ങ് കാണിച്ചു തരൂ, ഞാൻ അദ്ദേഹത്തിന് ഹയാത്താക്കി തരാം. പറഞ്ഞതുപോലെ ഒരു വയസ്സത്തി ഉമ്മാമാക്ക് ഖബർ അറിയാം. ആ ഖബർ കാണിച്ചു കൊടുത്തു. ഖബറിന്റെ അരികിൽ പോയി അല്ലാഹുവിനോട് ദുആ ചെയ്തു. സാം ഇബ്നു നൂഹിന്റെ ഖബറങ്ങ് പൊട്ടി. സാം ഇബ്നു നൂഹ് എണീറ്റ് നിന്നു. ഞാൻ ഇന്നാലുന്ന നബിയാണെന്ന് പരിചയപ്പെടുത്തി. നിങ്ങൾ സാമല്ലേ? അതെ. ചോദിച്ചു, ഖബറിൽ എന്തുണ്ട് വിശേഷം? മറുപടി പറഞ്ഞു, ആ സമയത്ത് ഞാൻ വലിയ സന്തോഷത്തിലാണ്. ചോദിച്ചു, ഞാൻ മരിച്ചിട്ട് എത്ര കൊല്ലമായി? 2000 കൊല്ലമായി. അങ്ങനെ പറഞ്ഞു, എന്നാൽ എനിക്കുള്ളൊരു വിഷമം പറയട്ടെ. എന്റെ മരണത്തിന്റെ വേദന, റൂഹ് പിടിച്ച വേദന ഇതുവരെ മാറിയിട്ടില്ല.
നമ്മൾ ചിന്തിക്കണം മരണത്തിന്റെ വേദനയെക്കുറിച്ച്. നമുക്ക് ബേജാറ് വേണം. എന്ത് തെറ്റ് ചെയ്യുമ്പോഴും പഠിച്ചവനെ അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്താൽ എന്റെ മരണവേദന കൂടും, എന്നെ അല്ലാഹു തആല മരണവേദന കൂട്ടിപ്പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്, ഒരു മനുഷ്യനെ അല്ലാഹു സ്വർഗാവകാശിയായിട്ട് അല്ലാഹു അങ്ങ് തീരുമാനിച്ചു. അല്ലാഹു തആല സ്വർഗാവകാശിയായിട്ട് അങ്ങ് തീരുമാനിച്ചു. എന്നാൽ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനെ അല്ലാഹു തആല ഒരുപാട് തെറ്റ് ചെയ്തു പോയെങ്കിൽ അവനെ മരണത്തിന്റെ സമയത്ത് വല്ലാത്തൊരു പിടുത്തം പിടിക്കുന്നു. പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അവനെ നന്നായി അങ്ങ് വേദനിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹ് അവന്റെ ദോഷങ്ങൾ പൊറുപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹ് സ്വർഗത്തിൽ കടത്തുന്നു. തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവന് സഹിക്കാൻ കഴിയാത്ത വേദന മരണസമയത്ത് കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയുന്നത്, തെറ്റ് ചെയ്യുമ്പോ നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവേ, ഇത് എന്റെ മരണവേദന വർദ്ധിപ്പിക്കാനുള്ളൊരു പ്രവർത്തനമാണ്. കള്ളു കുടിക്കുന്നവർ ചിന്തിക്കണം, ഇതെന്റെ മരണവേദന ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമാണ്. വ്യഭിചരിക്കുന്നവർ ശ്രദ്ധിക്കണം, ഇതെന്റെ മരണവേദന ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമാണ്. ഒരു അന്യപെണ്ണിനോട് ഹറാമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോ നമ്മുടെ മനസ്സിൽ ചിന്ത വേണം, ഇത് എന്റെ മരണവേദന വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനമാണ്. അല്ലെങ്കിൽ അല്ലാഹു തആല എന്നെ നരകത്തിലിടാനുള്ള കാരണമാണ്. ഈ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വേണം കേട്ടോ. എന്നാലല്ലാതെ നമുക്ക് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വേണ്ടത് മരണത്തിനെ ഓർത്തുകൊണ്ടിരിക്കണം. ഓർത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് അടുക്കാനുള്ള മനസ്സുണ്ടാകും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, മരണത്തിന്റെ വേദന ലഘൂകരിച്ച് കിട്ടാനുള്ള പ്രവർത്തനം എന്താണ്? ദുനിയാവ് മാത്രം ഉദ്ദേശിച്ച് ജീവിക്കരുത്. ദുനിയാവ് മാത്രം ഉദ്ദേശിച്ച് ജീവിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. അതുണ്ടായാൽ നമുക്ക് ഈമാനോടെ മരിക്കാൻ കഴിയൂല. ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ദുനിയാവ് മാത്രം ചിന്തിച്ച് ജീവിച്ച ആളുകൾ മരിക്കുന്ന സമയത്ത് ഈമാന് പോലും കിട്ടാതെ മരിച്ചു പോകുന്നു. നിങ്ങൾ കണ്ടില്ലേ? മരണസമയത്ത് ഈമാന് വല്ലാത്തൊരു വിഷയമാണ്. അതിന് അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. വലിയ വലിയ ആളുകളെ വരെ മരണസമയത്ത് ഇബ്ലീസ് വന്ന് തകർക്കാൻ ഉദ്ദേശിക്കുന്നു. വല്ലാത്ത ശ്രമമാണ് അവൻ നടത്തുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അതാ ഖുർത്തുബി തങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരാള് മരിക്കാൻ കിടക്കുന്ന അദ്ദേഹം വലിയ മഹാനാണ്. വലിയ മഹാനാണ്. മരിക്കാൻ കിടക്കുന്നു. ശിഷ്യന്മാര് ഒരുപാടുണ്ട്. ചുറ്റുഭാഗത്ത് വന്നിരുന്നുകൊണ്ട് അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. പക്ഷേ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോൾ മരണസമയത്ത് അദ്ദേഹം പറയുന്നില്ല, ലാ ഖൂലു ഹദാ, ഞാനത് പറയൂല, ഞാനത് പറയൂല. എന്തൊരു വലിയ വിഷമമാണ്, എന്തൊരു വലിയ വിഷമമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മരണസമയത്ത് ചൊല്ലിക്കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഞാനത് ചെല്ലൂലെന്ന് പറയുകയാണ്. ശിഷ്യന്മാര് കരയുന്നു. ചുറ്റുഭാഗത്തിരുന്ന് ഖുർആൻ ഓതുന്നു. ഞങ്ങളെ ഉസ്താദ്, ഞങ്ങൾക്ക് ഈ ദീനും ഹിദായത്തും പഠിപ്പിച്ച ഉസ്താദ് ഈമാനില്ലാതെ മരിക്കുകയാണോ? സുബ്ഹാനല്ലാഹ് വീണ്ടും ചൊല്ലിക്കൊടുക്കുന്നു. ചൊല്ലുന്നില്ല. മറുപടി പറയുന്നു, ലാ ഖൂലു ഹദാ, ഞാനത് പറയൂല. പലവട്ടം ചൊല്ലിക്കൊടുത്തിട്ടും പറയുന്നില്ല. അവസാനം പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് ജീവിച്ച ഈ മഹാന് മരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് റൂഹിങ്ങനെ കാലിൽ നിന്ന് വരുന്നു. പിടിച്ച് 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 അതാ
തൊണ്ടക്കുഴിയിലെത്തുന്ന ഏകദേശം അടുത്തെത്തുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം കണ്ണിങ്ങനെ ഉയർത്തുന്നു, ഒന്ന് പുഞ്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. എന്താണ് സംഭവം? ശിഷ്യന്മാർക്കൊക്കെ സമാധാനമായി പോയി. ഞങ്ങളെ ഉസ്താദ് ഈമാനോടെ മരിച്ചല്ലോ, സമാധാനമുണ്ട്. പക്ഷേ ചിന്തിക്കുന്നു, ഉസ്താദിനെന്ത് പറ്റിപ്പോയി? മരണത്തിന്റെ സന്ദർഭത്തിൽ അതാ ഉസ്താദിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോ ചൊല്ലിയില്ലല്ലോ. എന്താണതിന്റെ കാരണം? ആ സമയത്ത് ശിഷ്യന്മാരൊക്കെ അന്ന് രാത്രി പോയി കിടന്നുറങ്ങി. രാത്രിയില്ലതാ ഉസ്താദിനെ സ്വപ്നം കാണുന്നു. ഉസ്താദിനോട് ചോദിക്കുന്നു, കൈഫ അസ്ബഹത, നിങ്ങളുടെ അവസ്ഥ എന്താണ് ഉസ്താദേ? മറുപടി പറഞ്ഞു, മോനെ ഞാൻ സന്തോഷത്തിലാണ്. അല്ല ഉസ്താദേ, ഞങ്ങൾ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിക്കറഞ്ഞ തന്നപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ലാ ലാ ലാ, ഞാനത് ചൊല്ലൂല. പക്ഷേ നിങ്ങൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി, മക്കളെ നിങ്ങളെന്താ പറയുന്നത്? എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തന്നിട്ട് ഞാനത് ചൊല്ലാതെ മരിച്ചുവെന്നോ, ഞാനത് പറയൂലെന്ന് പറഞ്ഞു എന്നോ? അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല. റസൂലുള്ളാഹിന്റെ ഹദീസ് കേട്ടിട്ടില്ലേ? എന്റെ അരികില്ലതാ ഇബ്ലീസ് വരുന്നു, വന്നിട്ട് ഇന്ന ശൈത്താന യഅതി അഹദകും ഇൻദ മൗതിഹി ഫയഖൂൽ മുത്ത് യഹൂദിയാ. എന്റെ അരികിലേക്ക് അതാ ഇബ്ലീസ് എന്റെ ഉപ്പാന്റെ കോലത്തിലാണ് വരുന്നത്. ഒരു ഹദീസിൽ അങ്ങനെ തന്നെയുണ്ട്. അതാ വരുന്നു, ഉപ്പയുടെ കോലത്തിലായി, അല്ലെങ്കിൽ ഉമ്മയുടെ കോലത്തിലായി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസുണ്ട്, ഇന്നൽ അബ്ദ ഇദാ കാന ഇൻദൽ മൗതി കാദ ഇൻദഹു ശൈത്താനാനി അൽ വാഹിദു അൻ യമീനിഹി വൽ ആഖറു അൻ ശിമാലിഹി ഫല്ലദി അൻ യമീനിഹി അലാ സിഫത്തി അബീഹി യഖൂലു ലഹു യാ ബുനയ്യ ഇന്നി കുന്തു അലൈക ശഫീഖൻ വലക മുഹിബ്ബാ ولكن مت على دين النصرانية فهو خير الأديان. വല്ലാത്തൊരു ഹദീസാണ്. എന്താണെന്നല്ലേ? അതാ ഒരാളുടെ മരണം ഹാദിറായാൽ, അതാ മടക്കമില്ലാത്ത യാത്രയ്ക്ക് വേണ്ടി ഒരാളങ്ങോട്ട് കടക്കുമ്പോൾ ആ സമയത്ത് അവന്റെ രണ്ട് ഭാഗത്ത് രണ്ട് ശൈത്താന് വന്നിരിക്കുന്നു. ഒരു ശൈത്താൻ ഉപ്പാന്റെ കോലത്തിലാണ്, മറ്റേ ശൈത്താൻ ഉമ്മാന്റെ കോലത്തിലാണ്. എന്നിട്ടതാ നമ്മളോട് പറയുന്ന വാചകം, യാ ബുനയ്യ ഇന്നി കുന്തു അലൈക ശഫീഖൻ വലക മുഹിബ്ബാ. മോനെ, എനിക്ക് നിന്നോട് വളരെ സ്നേഹമല്ലേ, നിന്നോട് വലിയ കാരുണ്യമല്ലേ. എന്റെ പൊന്നുമോന് ഞാൻ ഇന്നാലിന്ന ഗുണം ചെയ്തിട്ടില്ലേ, നാലിന്ന അനുഗ്രഹങ്ങൾ ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് മോനോട് പറയുന്നത്, വലാകിൻ മുത്ത് അലാ ദീനിൻ നസ്റാനിയ്യ ഫഹുവ ഖൈറുൽ അദിയാൻ. നീ ഒരു ക്രിസ്ത്യാനിയായി മരിച്ചോളൂ, അത് നല്ല മതമാണ് കേട്ടോ. അത് കേട്ടിട്ടില്ലേ? വല്ലദീ അൻശി അലാ ശിമാലിഹി അലാ സിഫത്തി ഉമ്മിഹി. മറ്റേ ഭാഗത്തുള്ളത് ഉമ്മാന്റെ കോലത്തിലാണ്. ഖൂലു ലഹു യാ ബുനയ്യ ഇന്നഹു കാന ബത്നീ ലക വിആ. മോനെ, എന്റെ പള്ളയല്ലേ, എന്റെ വയറല്ലേ നിനക്ക് ഒരു വലിയ സംരക്ഷണ വലയം സൃഷ്ടിച്ചു തന്നത്. വസദിയിലക സഖാഅൻ, എന്റെ മുലയല്ലേ നിനക്ക് ഞാൻ തന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, വഫഖദീലക വിതാൻ, എന്റെ മടിത്തട്ടല്ലേ നിനക്ക് സന്തോഷത്തോടെ കിടന്നുറങ്ങാനുണ്ടായത്. വലാകിൻ മുത്ത് അലാ ദീനിൽ യഹൂദി വഹുവ ഖൈറുൽ അദിയാൻ. നീ ഒരു ജൂതനായി മരിച്ചോളൂ. ഓ സഹോദരങ്ങളെ, നമ്മളത് ഉദ്ദേശിച്ചങ്ങ് മരിച്ചു പോയാൽ, നമ്മളാ നിലക്കങ്ങ് മരിച്ചു പോയാൽ നമ്മളെല്ലാം കഴിഞ്ഞു കേട്ടോ.
അതിനാണ് നമ്മളെപ്പോഴും ദുആ ചെയ്യാൻ ഖുർആനിൽ ഒരായത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ തെറ്റിച്ച് കളയരുതേ അല്ലാ. റബ്ബേ ഞങ്ങളെ നീ തെറ്റിച്ച് കളയല്ലേ അല്ലാ. ഇത് വിശദീകരിച്ച് മഹാന്മാര് പറയുന്നുണ്ട്, ഇൻദൽ മൗത്ത്, മരണസമയമാണ്. എന്നാൽ മുഹമ്മദുൽ ഖുർത്തുബി, അഹ്മദുൽ ഖുർത്തുബി വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തിട്ട് ഞാൻ ചെല്ലൂലെന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ മക്കളെ? നിങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, നിങ്ങൾ ചൊല്ലിത്തന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. റസൂലുള്ളാഹ് പറഞ്ഞതുപോലെ ഇബ്ലീസ് എന്റെ അടുത്ത് വന്നിട്ട് ഇതാ ഈ വാചകം പറയൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഇല്ല ഞാൻ പറയൂലടാ. സുബ്ഹാനല്ലാഹ്. മറ്റേയാളെന്നോട് പറഞ്ഞു നീ ജൂതനായിക്കടാ. ലാ ലാ ഞാൻ പറയൂല. മഹാന്മാര് ഇതിന്റെ ശേഷം രേഖപ്പെടുത്തുന്നത് കാണാം. അതാ മഹാനവറുകൾ പറയുന്നു, ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തോ പെട്ടെന്ന് രണ്ട് ശൈത്താനും കൂടെ എന്റെ അരികിൽ നിന്നങ്ങ് ഓടിക്കളഞ്ഞു. ഈ മുഹമ്മദുൽ ഖുർത്തുബി പറയാണ്, ശിഷ്യനോട് എന്റെ അരികിൽ നിന്ന് ശൈത്താൻ അങ്ങ് ഓടിക്കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. കുറച്ചു കഴിയുമ്പോ ഞാനൊരു പ്രകാശം ഇങ്ങനെ കാണുകയാണ്. ശൈത്താനോട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഒരു പ്രകാശം ഇങ്ങനെ കാണുന്നു. അതാര പ്രകാശമാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വമയ്യകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ലുസ്ദു ഫീ ആജാമിഹാ തജ്ബി. ഒരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.